കോട്ടയത്ത് തന്നെ വളരെ പഴക്കമേറിയ ഞായറാഴ്ച ചന്തകളിലൊന്നാണ് തോട്ടയ്ക്കാടുള്ള ചന്ത. മെയിനായിട്ട് അമ്പലക്കവലയിലാണ് ഈ ഒരു ചന്തയുള്ളത്. പണ്ട് കാലങ്ങൾക്ക് ധാരാളം കോട്ടയത്തിൻ്റെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിക്കാനും വിൽക്കാനും ഒക്കെ എത്തിയിരുന്നു. അപ്പോൾ ഈ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് ആ ഏരിയയിലുള്ളവർക്ക് പ്രധാനമായിട്ടും ആശ്രയിക്കുന്ന ഒരു ഞായറാഴ്ച ചന്തയാണ് ഈ അമ്പലക്കവലയിലെ ചന്ത. അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്ററിലായിട്ട് റോഡിൻ്റെ 2 സൈഡിലും അതുപോലെ തന്നെ ചന്തയ്ക്ക് വേണ്ടി കുറച്ച് മീനും ചിക്കനും അല്ല ബീഫ് അതിന് വേണ്ടിയിട്ടൊക്കെ കുറച്ച് സ്പേസ് സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അമ്പലത്തിൽ തൊഴുതിട്ട് പോകുന്നവർക്ക് അതുപോലെ തന്നെ പള്ളിയിൽ വന്ന് തോട്ടയ്ക്കാട് പള്ളിയിൽ വന്നിട്ട് തിരിച്ചു പോകുന്നവരൊക്കെ തന്നെ ഞായറാഴ്ചകളിൽ എല്ലാ സാധനങ്ങളും അവരുടെ വീട്ടിലുള്ള എല്ലാ സാധനവും വാങ്ങിക്കുന്ന സ്ഥലമാണ് ഈ ഒരു ചന്ത. ഹോട്ടലുകളിലായാലും ധാരാളം ഹോട്ടലുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ഒരു ചന്തയിൽ കിട്ടും. അതുപോലെ തന്നെ ആ ഒരു സമയമാണ് രാവിലെ തന്നെ പല ആൾക്കാരും സാധനങ്ങൾ വിൽക്കാനൊക്കെ ഇവിടെ വരുന്നെങ്കിലും ആ ഒരു ചന്തയുടെ മെയിൻ ടൈം ആരംഭിക്കുന്ന ഒരു 9 മണി തൊട്ട് ഒരു 11 വരെ ആ ഒരു ടൈമിലാണ് ഇവിടെ കൂടുതലും കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. കാരണം ആ ഒരു സമയത്താണ് അമ്പലത്തിൽ പോയിട്ട് വരുന്നവരും പള്ളിയിൽ പോയിട്ട് വരുന്നവരൊക്കെ കൂടുതലായിട്ട് ഇവിടെ എത്തുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ആ ഒരു സമയം ഇവിടെ നല്ല തിരക്കാണ്. അവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായാലും പാർക്കിങ്ങിന് കുറേ വണ്ടികളൊക്കെ വിടാൻ പറ്റും. അവിടെ നിന്ന് വന്നിട്ട് ആൾക്കാർ സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഹോട്ടലുകളിലും കുറേ ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് അമ്പലത്തിൽ പോയിട്ട് വരുന്നവർ അല്ലെങ്കിൽ പള്ളിയിൽ പോയിട്ട് വരുന്നവർക്ക് അത്യാവശ്യം പണിക്കാരും അല്ലെന്നുണ്ടെങ്കിൽ ചന്തയിൽ സാധനം വിൽക്കാൻ വരുന്നവരൊക്കെ ആയാലും അവിടുത്തെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പും ഒരു 3-4 ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ചന്തയാണ് നമ്മുടെ തോട്ടയ്ക്കാട് അമ്പലക്കവലയിലുള്ള. ഇതുപോലുള്ള കുറേ ഞായറാഴ്ച ചന്തകളുണ്ട്. പണ്ട് മണക്കാട് നിന്നും പുതുപ്പള്ളിയിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിക്കാനും വിൽക്കാനും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് കാലക്രമേണ ആൾക്കാരുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാലും കുഴപ്പമില്ലാതെ ഇപ്പോഴും ആ ഒരു ചന്തയുണ്ട്.